ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഒക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നത് വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കേൾവിക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം ആത്മീയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഒക്കെ കൂടെ കേട്ടിരുന്നാൽ അത് നിങ്ങൾക്ക് തീർച്ചയായും അനുഗ്രഹമായി തന്നെ ഇരിക്കും. ആ പ്രിയ കർത്താവിൻ്റെ ദാസനെ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ എന്തൊക്കെയുണ്ട്? സന്തോഷമായിരിക്കുന്നല്ലോ? സന്തോഷമായിട്ടിരിക്കുന്നു. കർത്താവ് നടത്തുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസനെ ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദി കർത്താവേ. നമ്മുടെ ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നടത്തിയ വിധങ്ങൾ ഒക്കെ സംസാരിപ്പാൻ ഉള്ള കൃപ കർത്താവ് കൊടുത്താട്ട്. കേൾവിക്കാർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹത്വപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസനെ നമ്മോടൊപ്പം ഇവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാട്ട്? ഓക്കെ. കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലാണല്ലോ അല്ലേ? അതെ. ഓക്കെ വാസ്റ്റേ. കർത്താവ് സഹായിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. ഓക്കെ, താങ്ക് യു പാസ്റ്റർ. ഓക്കെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. ജോയ്സ് ടി വി ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ടവർ, അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർ, കേൾവിക്കരായ പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനം. ഈ സമയത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ സാക്ഷിവാനിപ്പാൻ ദൈവം അവസരം നൽകിയതുകൊണ്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആയുസ്സിൽ കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ വേണ്ടി ലഭിക്കുന്ന അവസരം വളരെ വിലപ്പെട്ടതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ മഹത്തായ സന്ദേശമാണ് ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ആ കർത്താവിൻ്റെ സാക്ഷ്യവുമായി നിൽക്കുക. കടന്നു പോകാവുന്ന മേഖലയിലെല്ലാം കടന്നു പോകുവാൻ കർത്താവ് സഹായിക്കുന്നു. അപ്പോൾ തന്നെ ഈ മാധ്യമങ്ങളിലൂടെ നാം പോകുന്നതിനപ്പുറം, ചിന്തിക്കുന്നതിനപ്പുറം ഈ സന്ദേശം എത്തുവാൻ ദൈവം കൃപ ചെയ്യുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തികൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ ഉറപ്പും ധൈര്യവും നൽകുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ യേശുവിനെ വേണ്ടതുപോലെ അറിയാതിരിക്കുന്ന ആളുകൾക്ക് നിത്യതയെക്കുറിച്ചുള്ള ബോധ്യം വേണ്ടതുപോലെ ലഭിക്കാതിരിക്കുന്ന ആളുകൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ലോകത്തിലെ 90% ആളുകളും ബന്ധപ്പെടുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ആഗ്രഹിക്കുന്നതുമൊക്കെ അറിവായ കാലം മുതൽ അവരുടെ പ്രതീക്ഷ മരണം വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മരണാനന്തരമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയോ ആരോടെങ്കിലും ചോദിക്കുകയോ സുവിശേഷം പറയുമ്പോൾ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ പല ആളുകൾക്കും അതിനെക്കുറിച്ച് അവ്യക്തതകളാണ്. ചിലർ പറയും ഈ ലോകത്ത് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ, അത് കഴിഞ്ഞിട്ടല്ലേ മരണം.
അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ 99% ആളുകൾക്കും ഇതിനെക്കുറിച്ച് പറയുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. ഞാൻ എൻ്റെ ജീവിത അനുഭവത്തിലൂടെ പങ്കുവെക്കുമ്പോൾ ഞാൻ കടന്നു പോകുന്ന മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മരണാനന്തരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ല അറിവ് ലോകത്തിലെ ഒരു പണ്ഡിതന്മാരോ ഒരു മഹാന്മാരോ ശ്രേഷ്ഠന്മാരോ ആരും അതിനെക്കുറിച്ച് പങ്കുവച്ചിട്ടില്ല എന്നത് യാഥാർത്ഥ്യമായ കാര്യമാണ്. എന്നാൽ ആ സത്യം വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു കർത്താവാണ് പറഞ്ഞത്, ഞാനാണ് പുനരുത്ഥാനം, ഞാനാണ് സത്യം, ഞാനാണ് വഴി, എന്നിലൂടെ അല്ലാതെ ആരും ഒരു നാളും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന സത്യം വെളിപ്പെടുത്തിയത് യേശു ക്രിസ്തുവാണ്. ലോകത്തിലെ എല്ലാ ആളുകൾക്കും ജീവനുണ്ട്, പക്ഷേ നിത്യജീവൻ എന്ന വസ്തുത ലഭ്യമാകാൻ ഒറ്റ വഴിയേ ലോകത്തിലുള്ളൂ. അത് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അതുകൊണ്ട് കാലം എത്ര മുന്നോട്ട് പോയാലും ശാസ്ത്രം എത്ര വളർന്നാലും സുവിശേഷത്തിന്റെ പ്രാധാന്യത, യേശുക്രിസ്തുവിന്റെ പ്രാധാന്യത ഒട്ടും കുറയുന്നില്ലെന്ന് മാത്രമല്ല, അതിന്റെ പ്രാധാന്യത വർദ്ധിച്ചു വരികയാണ്. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, മരണത്തിലൂടെ പാതാളത്തിലിറങ്ങി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറിപ്പോയ ഒരേ ഒരു വ്യക്തിത്വം യേശുക്രിസ്തുവാണ്. ദൈവമായിരുന്നവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വെളിപ്പെട്ടപ്പോൾ മരണം സ്വീകരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. ആ കർത്താവ് മാത്രമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന സന്ദേശം നമുക്ക് നൽകിയത്. ഞാൻ വളരെ സന്തോഷത്തോടെ പറയട്ടെ, മരണമില്ലാത്ത ഒരു അനുഭവത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് യേശു ക്രിസ്തു. ഒന്നുകൂടി ഞാൻ പറയുന്നു, ലോകത്തിലെ ഏതെല്ലാം സ്നേഹിതരോ ബന്ധങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് മരണത്തോടുകൂടി കല്ലറ വരെ അല്ലെങ്കിൽ വിറകിന്റെ മീതെ വെക്കുന്നത് വരെ മാത്രമേ ലോകത്തിലെ ആർക്കും അനുഗമിക്കുവാൻ പറ്റൂ. എന്നാൽ ദാവീദ് ഇങ്ങനെയാണ് പറഞ്ഞത്, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ പോലും കൂടെ ഇരുന്ന് നടത്തുവാനും എത്തേണ്ടടുത്ത് എത്തിക്കുവാനും പ്രാപ്തനായവൻ യേശുക്രിസ്തു മാത്രമാണ്. അത് ലോകത്തിലെ പണ്ഡിതന്മാർക്ക് മറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഒറ്റ വാക്കുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ ജീവിതാനുഭവം പങ്കുവെക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഒരു കാര്യത്തിന് വേണ്ടി കടന്നു ചെന്നു. പ്രാർത്ഥന കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ വീടിന്റെ മുൻപിൽ നിൽക്കുന്ന വാഴയുടെ തോട്ടത്തിന്റെ അവിടെ ഒരു അനക്കം പോലെ കണ്ടു. 12 വയസ്സ് പ്രായമുള്ള അവിടുത്തെ മോനോട് പറഞ്ഞു, അവിടെ ഒരു അനക്കം കണ്ടല്ലോ, ഒന്ന് പോയി നോക്കിയെത്താ. അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയെങ്കിലും പേടിച്ച് അകത്തോട്ട് കയറി. ഞാൻ എന്തോ നോക്കിയില്ലേ, ഇരുട്ടാണ്, അതുകൊണ്ട് പേടിയാ, ഇരുട്ടിനപ്പുറത്തോട്ട് പോകാൻ പേടിയാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകും. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ലോകത്തിലുള്ള മുഴുവൻ ആളുകളും 12 വയസ്സുള്ള ഈ ബാലകൻ ഇരുട്ടിനപ്പുറത്തേക്ക് പോകാൻ മടിക്കുന്നത് പോലെ മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പറയാൻ പ്രാപ്തി ഉള്ള ഒരൊറ്റ ആളുമില്ല. എന്നാൽ ആ സത്യം വെളിപ്പെടുത്തിയത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഒരിക്കൽ മരണമുണ്ട്, പിന്നെ ന്യായവിധിയുണ്ട്, അത് ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു എന്ന സത്യം വെളിപ്പെടുത്തുന്ന പുസ്തകമാണ് ബൈബിൾ. ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിലൂടെ എൻ്റെ രക്ഷയെക്കുറിച്ചുള്ള അനുഭവം ഞാൻ ചില മിനിറ്റുകൾ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. 1959 ഞാൻ വൈക്കത്ത്
ഹൈന്ദവ പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിൽ കരുണാകരന്റെയും പങ്കജാക്ഷിയുടെയും മകനായി ജനിക്കുവാനായിട്ട് ഇടയായത്. വൈക്കം എന്ന് പറയുന്നത് ക്ഷേത്ര നഗരിയാണ്. വൈക്കം സത്യാഗ്രഹം ഭാരത ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു ചരിത്ര സംഭവമാണ്. ഇവിടെയുള്ള എൻ്റെ ജനനവും ജീവിതവും സന്തോഷകരമായിരുന്നു എന്ന് എനിക്ക് നന്നായി പറയാൻ കഴിയും. എൻ്റെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു. ആയതുകൊണ്ട് ആ നിലയിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ എൻ്റെ വിദ്യാഭ്യാസ കാലത്തിന്റെ അനന്തരം ഞാനും ബിസിനസ്സുകളിലേക്ക് തിരിഞ്ഞു. ഹോട്ടലും പലചരക്ക് കടകളും ഒക്കെ ഞങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ 18-ാമത്തെ വയസ്സ് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ വ്യാപൃതനായിരുന്നു. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ഞാൻ SNDP യോഗത്തിന്റെ ഒരു പ്രവർത്തകനായിരുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശങ്ങൾ എന്നെ വളരെ ആകർഷിച്ചിരുന്നു. ആ സന്ദേശങ്ങൾ മറ്റുള്ളവരോട് പറയുവാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനും ഞാൻ താല്പര്യപ്പെട്ടിരുന്നു. ഞാൻ മദ്യപാനിയോ ബീഡി സിഗരറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. അപ്പോൾ തന്നെ പൊതുപ്രവർത്തന മേഖലകളിൽ കഴിവതും സത്യസന്ധതയോടെ പെരുമാറുവാനും ജീവിക്കുവാനും ഒക്കെ ആഗ്രഹിച്ച് പോകുന്ന ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ട്. പൊതുപ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആ സാഹചര്യങ്ങളിൽ നൂറുകണക്കിന് കുടുംബ പ്രശ്നങ്ങളും അതുപോലെ അതിർത്തി തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമുണ്ടാക്കാനും ആ നിലയിലൊക്കെ ഇടപെടുവാനും ഒക്കെ ആ സാഹചര്യങ്ങളിൽ അവസരമുണ്ടായിട്ടുണ്ട്. അങ്ങനെ വൈക്കത്തുള്ള എൻ്റെ നാട്ടുകാരുമായി നല്ല സൗഹൃദത്തിൽ, നല്ല ബന്ധത്തിൽ, നല്ല നിലയിലൊക്കെ ജീവിച്ചു വരുവാനുള്ള വഴികൾ ദൈവം എനിക്ക് ഒരുക്കിയിരുന്നു. എന്നാൽ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ എൻ്റെ ജീവിതം പൊതുവെ മാറി മറിഞ്ഞു എന്ന് വേണം പറയുവാൻ. ചുരുക്കമായിട്ട് പറഞ്ഞാൽ 1987 ഞാൻ വിവാഹിതനായത്. 1989 എനിക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. പെൺകുട്ടിയാണ്, രശ്മി എന്ന് അവൾക്ക് ഞങ്ങൾ പേരിട്ടു. അങ്ങനെ മുന്നോട്ട് ജീവിച്ചു വരുന്ന സാഹചര്യത്തിൽ 1994 എൻ്റെ മോൾക്ക് 5 വയസ്സ് പ്രായമായ ആ സാഹചര്യത്തിൽ കുടുംബ വീടിനടുത്ത് തന്നെ ഞാനൊരു വീട് വേറെ ഉണ്ടാക്കി പുതിയ വീട്ടിൽ താമസിച്ചു വരുന്ന സാഹചര്യത്തിൽ ചില പ്രത്യേക അനുഭവത്തിലൂടെ എനിക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, വൈക്കത്ത് നിന്നും എറണാകുളം പോകുന്ന റൂട്ടിൽ നാനാടം എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കൊരു ഹോട്ടൽ അന്നുണ്ടായിരുന്നു. രാവിലെ ഒരു 5 മണി കഴിയുന്ന സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് റെഡിയായി ഹോട്ടലിലേക്ക് പോകും. ഹോട്ടലിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഞാൻ വൈക്കം SNDP യൂണിയൻ ഓഫീസിലേക്ക് പോരും. SNDPയുടെ പ്രവർത്തനങ്ങളും അതിനോട് ബന്ധത്തിലുള്ള മീറ്റിങ്ങുകളും മറ്റു കാര്യങ്ങൾക്കൊക്കെ കടന്നു പോകുകയും പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. യോഗങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളാണെങ്കിൽ ചിലപ്പോൾ രാത്രി 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിൽ ചിലപ്പോൾ തിരിച്ച് എത്താൻ കഴിയും. പിറ്റേ ദിവസം രാവിലെ തന്നെ തിരിച്ച് ഞാൻ ഹോട്ടലിലേക്ക് പോകും. ഇങ്ങനെ ഉള്ള ദൈനംദിന കാര്യപരിപാടി അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ വൈകി എത്തുന്ന സമയങ്ങളിൽ കുടുംബ വീട്ടിലുള്ള എൻ്റെ അച്ഛൻ്റെ പെങ്ങൾ, ഞാൻ അപ്പച്ചി എന്ന് വിളിക്കും, കൂട്ടിന് വന്ന് എൻ്റെ വീട്ടിൽ കിടക്കുന്ന പതിവുണ്ട്. അങ്ങനെ 1994 ഫെബ്രുവരി മാസം 5-ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് ഹോട്ടലിലേക്ക് പോയി. 5 മണി കഴിഞ്ഞാണ് ഞാൻ ഹോട്ടലിലേക്ക് പോയത്. ഒരു 5:45 മണിയൊക്കെ ആയ സമയത്ത് ഹോട്ടലിലെത്തി. 6 മണിയോട് അടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് അറിയിച്ചു,
എൻ്റെ അപ്പച്ചി മരിച്ചിരിക്കുന്നു, പെട്ടെന്ന് വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പോന്നതിന് ശേഷം അപ്പച്ചിയെ ചെന്ന് എൻ്റെ ഭാര്യ വിളിച്ച് കടുങ്കാപ്പി കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് എഴുന്നേൽക്കുന്നില്ല, മരിച്ചു എന്ന വിവരം അറിയുന്നത്. പെട്ടെന്ന് കുടുംബ വീട്ടിൽ അറിയിച്ചു. അവര് വന്നിട്ടാണ് എന്നെ പെട്ടെന്ന് അറിയിച്ചു. ആളുകളെല്ലാം കൂടി വന്നു, ഞങ്ങളെല്ലാം കടന്നു ചെന്നു. 55 വയസ്സിനടുത്ത് പ്രായമുണ്ടായിരുന്നു അപ്പച്ചിക്ക്. പരിശോധനയിലാണ് സൈലന്റ് അറ്റാക്ക് വന്നാണ് മരിച്ചതെന്ന് അറിയുവാൻ കഴിഞ്ഞു. രോഗബാധിതയൊക്കെ ആയിരുന്നു. മരണാനന്തര ചടങ്ങുകളെല്ലാം നടത്തി, കർമ്മങ്ങളും പൂജകളും എല്ലാം ചെയ്ത് ശവസംസ്കാര ചടങ്ങുകൾ നടത്തി. വീണ്ടും ഹിന്ദുക്കളുടെ ആചാരപ്രകാരം സഞ്ചയനം, കുലമോചനം, അടിയന്തരം ഒക്കെ നടത്തി കാര്യങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് ജീവിക്കുവാനായിട്ട് തുടങ്ങി. 1994 ഫെബ്രുവരി മാസം 5-ാം തീയതിയാണ് അപ്പച്ചിയുടെ മരണം നടക്കുന്നത്. 23-ാമത്തെ ദിവസം, അപ്പച്ചിയുടെ മരണം കഴിഞ്ഞ് 23-ാമത്തെ ദിവസം ഫെബ്രുവരി മാസം 28-ാം തീയതി ഞാൻ വീട്ടിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ്, അതായത് കഴിഞ്ഞ രാത്രിയിൽ വളരെ വൈകിയാണ് ഞാൻ വീട്ടിലെത്തിയത്. 5 മണിക്ക് എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നാനാടത്തുള്ള ഹോട്ടലിൽ നിന്ന് 2 പേര് കാറിൽ എൻ്റെ വീട്ടിലെത്തിയിട്ട് ഏകദേശം 5:30 മണിയാകുന്ന സമയത്ത് എന്നെ വിളിച്ചുണർത്തി. എന്നിട്ട് അവര് പറഞ്ഞു, ഹോട്ടലിലുള്ള എൻ്റെ സഹോദരന് സുഖമില്ല, വേഗം അവിടെ വരണം. എൻ്റെ അനുജൻ അനിൽകുമാറാണ്. അവൻ SLC ഒക്കെ കഴിഞ്ഞിട്ട് IT-യിലെ പഠനത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഞാനില്ലാത്ത സമയങ്ങളിലൊക്കെ ഹോട്ടലിൽ വന്ന് സഹായിക്കുകയും, അന്ന് അവൻ അവിടെ ഹോട്ടലിലാണ് കിടന്ന് ഉറങ്ങുവാനായിട്ട് ഇടയായി തീർന്നത്. രാവിലെ ജോലിക്കാര് 4:30 മണി സമയത്ത് എഴുന്നേറ്റ് ജോലികൾ ആരംഭിക്കും. 5 മണിയാകുന്ന സമയത്ത് ഇവനെ വിളിച്ചുണർത്തുമ്പോഴാണ് ഇവൻ എഴുന്നേൽക്കുന്നില്ല എന്ന വിവരം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പെട്ടെന്ന് ആളെ അയച്ചു, എന്നെ വന്ന് വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി അനുജന്? അവന് സുഖമില്ല, വേഗം ഉടൻ വരെ വരണം. ഞാൻ അവരുടെ കൂടെ വണ്ടിയിൽ കയറി മാനടുത്തുള്ള ഹോട്ടലിൽ ഒരു 6 മണി കഴിഞ്ഞ സമയത്ത് വണ്ടിയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ 100 കണക്കിന് ആളുകൾ ഹോട്ടലിന്റെ മുമ്പിൽ തടിച്ചുകൂടി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാത്ത ഞാൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആൾക്കൂട്ടം കൊണ്ടിട്ട് എനിക്ക് വല്ലാത്ത പരിഭ്രമവും വിറയലും അനുഭവപ്പെട്ടു. 2 പേരെന്നെ പിടിച്ചാണ് ഹോട്ടലിന്റെ അകത്തെ മുറിയിലേക്ക് കൊണ്ടുവന്നു. ഫ്രണ്ടിലെ മുറി കഴിഞ്ഞ് എൻ്റെ ബാക്കിലുള്ള റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഡൈനിങ് ടേബിളിൽ എൻ്റെ അനുജൻ മരിച്ച് കമന്ന് കിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എൻ്റെ സർവശക്തിയും നഷ്ടപ്പെട്ടിട്ട് ഞാൻ നിലവിളിക്കാൻ വാ തുറന്നെങ്കിലും ശബ്ദം പുറത്തു വരുന്നതിന് മുമ്പ് ഞാൻ കുഴഞ്ഞ് വീഴുന്ന സമയത്ത് അവരെന്നെ പിടിച്ച് ഒരു കസേരയിൽ ഇരുത്തി. വളരെ പ്രയാസം നേരിടുവാനിടയായി. കാരണം അപ്പച്ചിയുടെ മരണം കഴിഞ്ഞിട്ട് 23-ാമത്തെ ദിവസം 24 വയസ്സ് പ്രായമുള്ള എന്നേക്കാൾ ആരോഗ്യവാനായ എൻ്റെ സഹോദരൻ മരണമടയുകയായിരുന്നു. യാതൊരു രോഗമോ പ്രയാസങ്ങളോ ഒന്നും അവനെ സംബന്ധിച്ച് ഇല്ലായിരുന്നു. തലേ ദിവസം തൃപ്പൂണിത്തുറയിൽ വെടിക്കെട്ട് കാണാനായിട്ട് പോകാൻ ഒരുങ്ങി നിന്നിട്ട് മഴ കാരണം പോകാൻ പറ്റാതെ 11 മണി കഴിഞ്ഞാണ് കിടന്നത്. അവര് 4 മണി കഴിഞ്ഞ് അവർ എഴുന്നേറ്റു. 5 മണിയോട് അടുക്കുന്ന സമയത്ത് വിളിക്കുമ്പോഴാണ് എഴുന്നേൽക്കുന്നില്ല എന്ന വസ്തുത മനസ്സിലായത്. എൻ്റെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, ഞങ്ങൾ 5 മക്കളും വല്ലാത്ത ബുദ്ധിമുട്ടിലായി. എല്ലാവരും വാവിട്ട് നിലവിളിച്ചു. എൻ്റെ അനിയന്റെ ശരീരം കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്തു. എൻ്റെ റിപ്പോർട്ട് കിട്ടിയപ്പോഴറിഞ്ഞത് സൈലന്റ് അറ്റാക്ക് വന്നാണ് എൻ്റെ സഹോദരനും മരണമടഞ്ഞത്. 2 മാസം 23 ദിവസത്തിനകം 2 മരണങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സംഭവിച്ചു. അനുജന്റെ ശരീരവും കൊണ്ടുവന്ന്
ഹിന്ദു ആചാരപ്രകാരം മറവ് ചെയ്തു. എൻ്റെ വീട്ടുകാരെല്ലാം ഒത്തുകൂടി ഈ 2 മരണം പെട്ടെന്ന് നടന്നപ്പോൾ ഞങ്ങൾ വല്ലാത്ത ഭയത്തിലായി. പെട്ടെന്ന് എന്താണ് ഇതിന്റെ കാരണമെന്നറിയാൻ ഹിന്ദു ആചാരപ്രകാരമുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ എൻ്റെ വീട്ടുകാർ ചേർന്ന് ജോത്സ്യന്റെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കി ഇതിന്റെ വിവരങ്ങൾ അറിയാൻ. ജോത്സ്യൻ കബഡി നിരത്തി പ്രശ്നം വെച്ച് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, പ്രശ്നവിധി തെളിയുന്നില്ല, ദൈവാധീനം നിങ്ങൾക്കില്ലാത്തത് കൊണ്ട് പ്രശ്നവിധി തെളിയുന്നില്ല. ദൈവാധീനം ഉണ്ടാകുവാൻ ഒരു ഗണപതി ഹോമം കഴിക്കണം, അതിനുശേഷം പ്രശ്നം വെച്ച് നോക്കാം എന്ന് ഞങ്ങളെ അറിയിച്ചു. എനിക്കിത് കേട്ടപ്പോൾ വല്ലാത്ത വൈഷമ്യം തോന്നി. കാരണം 34 വയസ്സ് എനിക്ക് ആ സമയത്തുണ്ട്. 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനാണ്. അതുപോലെ 1-ാം തീയതികളിൽ ഗുരുവായൂർ പോകും, വൈക്കത്തമ്പലത്ത് കഴിവതും എന്നും പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവികമായ അനുഭവത്തിൽ ജീവിക്കുന്നു എന്ന ചിന്തയിൽ മുന്നോട്ട് പോകുന്ന എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികൾ വല്ലാത്ത വേദന ഉണ്ടാക്കി. വീട്ടുകാർ വന്ന് പറഞ്ഞതനുസരിച്ച് ഞാൻ പെട്ടെന്ന് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്താനായിട്ട് കടന്നു ചെന്നപ്പോൾ പൂജാരികൾ എന്നോട് ചോദിച്ചു, ബാബുവിന് അറിയത്തില്ലേ, മരണം നടന്നാൽ 16 ദിവസത്തേക്ക് പുലയുള്ളത് കൊണ്ട് പുലമോചനം കഴിഞ്ഞല്ലാതെ ദൈവപ്രസാദമുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അറിയത്തില്ലയോ? ഞാൻ വല്ലാതെ വിഷമിച്ചു. ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ ഗണപതി പൂജ ചെയ്യാൻ ആവശ്യപ്പെട്ട് ചെല്ലുമ്പോൾ അറിയിച്ചത് ഞങ്ങൾക്കൊരു പ്രഹരം പോലെയായി. കാരണം 16 ദിവസത്തേക്ക് മാറി നിൽക്കണം ദൈവബന്ധമില്ലാതെ. എന്നാൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച കർത്താവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ വായിക്കുന്ന ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. പ്രിയരെ, ലോകത്തിലെ ദൈവങ്ങൾ അവധി പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഞാൻ ഇന്ന് വിളിച്ചു പറയുന്നു, മാറ്റി നിർത്തുകയല്ല, മാറോട് ചേർത്ത് ആശ്വസിപ്പിക്കുന്ന, ഹൃദയം തകർന്നവരുടെ മുറിവ് കെട്ടുന്ന, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത ഒരു ദൈവത്തെക്കുറിച്ച് അറിയുവാൻ, ആ ദൈവകൃപ അനുഭവിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി എന്ന സത്യം ഓർത്ത് ഞാൻ ദൈവത്തെ ഈ സമയം മഹത്വപ്പെടുത്തുകയാണ്. 16 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ചത് 16 വർഷത്തിന് തുല്യമായിരുന്നു. ഒരു മുറിയിൽ പായ വിരിച്ച് ഞാൻ കിടക്കുമ്പോൾ അപ്പുറത്തും അപ്പുറത്തും എൻ്റെ സഹോദരന്മാര് കിടക്കും. രാത്രി 12 മണി കഴിഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ ഉറങ്ങുന്നില്ല. ഭയം, കണ്ണടയ്ക്കാനുള്ള പേടി, കവന്നു കിടന്ന തലവണയിൽ കണ്ണുനീര് കൊണ്ട് നനച്ച രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്നും ഞാൻ സ്നേഹത്തോടെ പറയാം, ഭക്തന്മാർക്ക് ഉറക്കം കൊടുക്കുന്നവനാണ് ദൈവം. എൻ്റെ ജീവിതത്തിൽ ഉറക്കമില്ലാത്ത രാത്രികളെ ഞങ്ങൾ അനുഭവിച്ച അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് കരുണ തോന്നിയത് എന്നതാണ് ഞങ്ങൾ അനുഭവിച്ച ഏറ്റവും വലിയ സത്യം. 16 ദിവസം ഞങ്ങൾ 16 വർഷം പോലെ തള്ളി നീക്കി. 16 ദിവസം കഴിഞ്ഞു, കുലമോചനം കഴിഞ്ഞു. 17ാം ദിവസം ക്ഷേത്രത്തിൽ പോയി ഗണപതി പൂജ നടത്തി. അടുത്ത ദിവസം 2 ജ്യോത്സ്യരെ ഞങ്ങളുടെ വീട്ടിൽ വരുത്തി പ്രശ്നം വെച്ച് നോക്കി. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടി വന്നിട്ട് പ്രശ്നം വെച്ച് നോക്കി. രാവിലെ 10 മണി കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഏകദേശം
2:30-3 മണി ആയപ്പോഴാണ് ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ജ്യോത്സ്യൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ദോഷങ്ങളുണ്ട്, പറഞ്ഞാൽ തീരാത്ത ദോഷങ്ങൾ. ഒരു പേപ്പറിൽ അവര് എഴുതി വെച്ചു 10-24 ദോഷങ്ങൾ. ദൈവദോഷം, ദൈവകോപം, സർപ്പദോഷം, പിതൃദോഷം, ആഭിചാരദോഷം, പാപദോഷം എന്ന് തുടങ്ങി ധാരാളം ദോഷങ്ങളെ കുറിച്ച് അവര് പേപ്പറിൽ എഴുതി. ഈ ദോഷങ്ങൾക്ക് പരിഹാരം വരുത്തണമെന്ന് അവർ ആവശ്യപ്പെട്ടു. ഒരു പേപ്പറെ ദോഷങ്ങളും വേറെ 4-5 പേപ്പറുകളിലാണ് പരിഹാര കർമ്മങ്ങളെ കുറിച്ച് അവര് ഞങ്ങൾക്ക് എഴുതി തന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ 7 ദിവസത്തെ ഹോമങ്ങൾ നടക്കണം. രാവിലെ ഗണപതി പൂജ, രാത്രി ഭഗവത് സേവ, അതിനിടയ്ക്ക് 3 ഹോമം നടക്കണം. പഞ്ചദ്രവ്യം ബ്രാഹ്മണന് ദാനം കൊടുക്കണം. 100 കുഞ്ഞുങ്ങൾക്ക് അന്നദാനം കൊടുക്കണം. ഭാഗവത സപ്താഹം ഞങ്ങളുടെ വീട്ടിൽ നടക്കണം. ഈ പൂജയെല്ലാം ചെയ്ത് ലാസ്റ്റ് ആവാഹിച്ച് ഇതെല്ലാം എടുത്ത് വർക്കലയിലുള്ള പാപനാശിനി കടലിൽ കൊണ്ട് ഒഴുക്കി കുളിച്ചു കയറി എണ്ണാതെ പൈസ അവര് പറഞ്ഞ ചില ക്ഷേത്രങ്ങളിൽ വഴിപാടിടണം. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പാപദോഷത്തിന് പരിഹാരം വരുന്നത് എന്നാണ് അവർ ഞങ്ങൾക്ക് എഴുതി തന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. എന്നാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഇനിയുള്ള എൻ്റെ ജീവിത അനുഭവങ്ങൾ കേട്ടാൽ നിങ്ങൾക്കും മനസ്സിലാകും ഇതെല്ലാം ചെയ്തിട്ടും ഞങ്ങളുടെ പാപത്തിനോ ദോഷത്തിനോ പരിഹാരം വന്നില്ല എന്ന്. എന്നാൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഒരു കർമ്മങ്ങൾക്കും, ഒരു പൂജകൾക്കും, ഒരു കാഴ്ചകൾക്കും, നേർച്ചകൾക്കും മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാധ്യമല്ല. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുവാൻ പാപമില്ലാത്തവനായ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി പാപമില്ലാത്ത രക്തം അവസാന തുള്ളി വരെ കാൽവറി ക്രൂശിൽ ഒഴുക്കി. ആ രക്തമാണ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം. ആ രക്തമാണ് പാപത്തിന്റെ മോചനം നൽകുന്നത്. ഞാൻ സ്നേഹത്തോടെ വിളിച്ചു പറയട്ടെ, മല കയറണ്ട, പെരുന്നാൾ കഴിക്കണ്ട, കുരിശു വരയ്ക്കണ്ട, പൊന്നാലപ്പട എടുക്കണ്ട, നേർച്ച കാഴ്ച ഒന്നും അല്ല പ്രിയരെ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച്, യേശുവെ ഞാനൊരു പാപിയാണ്, എന്റെ പാപത്തിന് വേണ്ടി സ്വർഗം വിട്ടിറങ്ങുവന്ന് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ പുത്രനായ കർത്താവേ, അവിടുന്ന് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞാൻ അങ്ങയുടെ കൃപയിൽ ആശ്രയിക്കുന്നു എന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപത്തിൽ നിന്ന് വിടിവിക്കുവാൻ, പാപി എന്നുള്ള ലേബൽ മാറ്റി ദൈവത്തിന്റെ മകനും മകളാക്കി മാറ്റുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും. ഈ സത്യം സ്നേഹത്തോടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ ജീവിതത്തിൽ ഈ സത്യം അനുഭവമാക്കിയ വ്യക്തിയാണ്. ഞാനിന്ന് പാപിയല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുണം കൊണ്ടല്ല, എൻ്റെ പാപത്തിന് പരിഹാരം യേശുക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ഞാൻ പാപമോചനം പ്രാപിച്ചു. രക്ഷകനായ യേശുവിലൂടെ ഞാൻ രക്ഷ പ്രാപിച്ചു. നിത്യജീവൻ കർത്താവ് എനിക്ക് നൽകി. എനിക്കിന്ന് മരണഭയമില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിലൂടെ രക്ഷ പ്രാപിക്കുമ്പോൾ എൻ്റെ അകത്തുണ്ടായ സന്തോഷം വളരെ വലുതാണ്. ലോകത്തിന് കരാൻ കഴിയാത്ത സമാധാനം യേശുവാണ് നൽകിയത്. ആ യേശുവിൽ
വിശ്വസിക്കുവാനും കർത്താവിനെ പിൻപറ്റുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. പറഞ്ഞു വന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് പറയാൻ താല്പര്യപ്പെടുന്നു. ജോലിസ്ഥലം രണ്ടുപേര് പറഞ്ഞതനുസരിച്ച് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വലിയൊരു ഹോള് പോലെ കെട്ടി ഉണ്ടാക്കി. അന്ന് 300 മടൽ ഓല വെച്ച് കെട്ടിയ തിയേറ്റർ പോലെ ഒരു ഹോള് ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ കെട്ടി തയ്യാറാക്കി. അവിടെയാണ് പൂജകൾ നടത്തിയത്. പ്രിയമുള്ളവരെ, ധാരാളം പൂക്കൾ എന്ന് പറഞ്ഞ ഒരു ദിവസത്തെ പൂജയ്ക്ക് 100 പറ പൂ വേണം. അങ്ങനെ 7 ദിവസത്തെ പൂജ, പാട്ടക്കണക്കിന് എണ്ണ. ഒരു ഹോമത്തിനകത്ത് 10,000 പ്രാവശ്യം അർപ്പിക്കണം. അത്തരം 3 ഹോമം ഒരു ദിവസം, അങ്ങനെ 7 ദിവസത്തെ ഹോമം. ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ വീട്ടിൽ 7 ദിവസം നീണ്ടുനിന്ന വലിയ പൂജാ കാര്യങ്ങൾ, ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്നതിനേക്കാൾ വലിയ പൂജകൾ, അതായത് തന്ത്രി മുഖ്യന്മാരൊക്കെ 4-5 ആളുകൾ വന്ന് ഞങ്ങളുടെ കുടുംബക്കാരും ഒക്കെ പങ്കെടുത്ത് വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ ചെയ്തു തീർക്കുവാനിടയായിട്ട്. ഫെബ്രുവരി മാസത്തിലെ 2 മരണം കഴിഞ്ഞ് വേഗത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള തിടുക്കത്തിൽ മാർച്ച് മാസത്തിൽ ഈ പൂജകളെല്ലാം ചെയ്തു തീർത്തു. 100-ലധികം കുഞ്ഞുങ്ങളെ വീട്ടിൽ വിളിച്ചു വരുത്തി അവർക്ക് ഞങ്ങൾ ആഹാരം കൊടുത്തു. ഭാഗവത സപ്താഹം ഞങ്ങളുടെ വീട്ടിൽ നടത്തി. തീർന്നില്ല. വർക്കല പാപനാശിനി കൊണ്ടുപോയി ഇതെല്ലാം ഒഴുക്കി കുളിച്ചു കയറി എണ്ണാതെയുള്ള പൈസകൾ വഴിപാടിട്ടു. ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു. ഞങ്ങൾ ഇവര് പറഞ്ഞത് വിശ്വസിച്ചു. 70 വർഷത്തേക്ക് ഞങ്ങൾക്ക് ആയുരാരോഗ്യ സൗഭാഗ്യം. അതാണ് അന്ന് ജോത്സ്യർ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്. ആ 70 വർഷത്തെ ആരോഗ്യം, ആയുസ് ഞങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് ജീവിക്കുവാൻ തുടങ്ങി. ഈ കർമ്മങ്ങൾ, പൂജകളൊക്കെ ചെയ്തതിന് 94-ൽ എനിക്ക് 40,000 രൂപ ചിലവുണ്ട്. എൻ്റെ പിതാവിന്, എൻ്റെ സഹോദരങ്ങൾക്ക്, ഞങ്ങളുടെ ബന്ധുക്കൾക്കൊക്കെ കുറേശ്ശെ ചിലവുകളൊക്കെ വന്നിട്ടുണ്ട്. ഇത്രയും പണം ചിലവ് ചെയ്ത് ജീവിക്കാനുള്ള ആഗ്രഹങ്ങൾ കൊണ്ട് ദോഷങ്ങൾ മാറാൻ വേണ്ടി വളരെ ബന്ധപ്പെട്ട് ഞങ്ങൾ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ തുടങ്ങി. മാർച്ച് മാസം പൂജകൾ കഴിഞ്ഞു. 70 വർഷം പറഞ്ഞു. 7 വർഷമോ 7 മാസമോ മുന്നോട്ട് പോയില്ല. മാർച്ച് കഴിഞ്ഞ് അടുത്ത മാസം ഏപ്രിൽ മാസം 24-ാം തീയതി അന്ന് എൻ്റെ ഭാര്യ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയം. ഞാന് പലചരക്ക് കടയിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ വൈഫിന്റെ അമ്മച്ചി, ഞാൻ പാലായിലമ്മ എന്നാണ് വിളിക്കുന്നത്, പാലായിലമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മിനിക്ക് ഒരു ചെറിയ വേദനയുണ്ട്, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വണ്ടിയായിട്ട് വരാൻ പറഞ്ഞു. ഞാൻ വേഗത്തിൽ വീട്ടിലെത്തി. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പെട്ടെന്ന് വണ്ടിയിൽ ഞങ്ങൾ ഒരുമിച്ച് വൈക്കത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി. പാലയിൽ അമ്മയുടെ സഹോദരി വൈക്കം ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സാണ്. അവരോട് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. ചെന്നപ്പോഴേ തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ നീക്കി, ബുദ്ധിമുട്ടില്ലാതെ പരിശോധനകൾ നടത്തി. കുഴപ്പമൊന്നുമില്ല, അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. 4 മണിയായ സമയത്ത് ഞാൻ ചായ എല്ലാം വാങ്ങിക്കൊടുത്തു. അത്യാവശ്യം ചില സാധനങ്ങളെല്ലാം വാങ്ങി കൊണ്ടുവന്ന് വെച്ച് വെയിറ്റ് ചെയ്യുമ്പോൾ 6 മണി കഴിഞ്ഞ സമയത്ത് വീണ്ടും ചെറിയൊരു വേദന തോന്നിയപ്പോൾ ഡോക്ടർ വന്ന് പരിശോധിച്ചു. അല്പം കഴിഞ്ഞ് സ്ട്രെച്ചറിൽ എൻ്റെ ഭാര്യയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. സമയം മുന്നോട്ട് പോയി. 8 മണിയൊക്കെ ആകുന്ന സമയത്ത് വെല്ലിച്ചെന്നാണ് വിളിക്കുന്നത് ഞാൻ അമ്മയുടെ ചേച്ചിയെ, വന്നിട്ട് എന്നോട് പറഞ്ഞു,
ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. ഈ പേപ്പറിൽ അവർക്ക് ഒപ്പിട്ട് കൊടുക്കണം. ഒപ്പിട്ട് കൊടുത്തു. ചില മരുന്നുകൾ വാങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അതെല്ലാം വാങ്ങിക്കൊടുത്തു. വീണ്ടും സമയം മുന്നോട്ട് പോയി. 9 മണിയോട് അടുക്കുന്ന സമയത്ത്, 8 മണി കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് ഒരു ചാറ്റമഴയെല്ലാം വന്നു, കാറ്റും മഴയെല്ലാം വന്ന് കറണ്ട് നഷ്ടപ്പെട്ടു. നല്ല ഇരുട്ടിലായി ആശുപത്രിയും പരിസരവും. 9 മണിയോട് അടുക്കുന്ന സമയത്ത് വെല്ലേച്ചി ഓടി വന്നിട്ട് പറഞ്ഞു, മോനെ, ആൺകുട്ടിയാണ്, കൊച്ചിന് വേണ്ടതുപോലെ ചലനം കാണുന്നില്ല, ഞങ്ങൾ ഡോക്ടർമാരെയൊക്കെ വരുത്തി നോക്കുന്നുണ്ട്, മിനിക്ക് ബ്ലീഡിങ് നിൽക്കുന്നില്ല, ഇവിടെ ഒരു ഓപ്പറേഷൻ ഇനി ചെയ്യാൻ പറ്റത്തില്ല, കറണ്ട് ഇല്ല, ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. മേഴ്സി ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം, ഒരു ആംബുലൻസ് വേഗം വിളിക്കണം. ഞാന് വല്ലാത്ത വിഷമത്തിലായി. ഞാൻ വളരെ ഭാരപ്പെട്ട് ഉള്ള കഴിവെടുത്ത് ഞാൻ പുറത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവിടെ ആംബുലൻസ് ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ പുറത്തേക്ക് ഓടി വൈക്കം ബേക്കറി, എനിക്കറിയാവുന്നവരുണ്ട്, ഞാൻ അവരോടൊരു ആംബുലൻസ് വിളിക്കാനുള്ള ക്രമീകരണങ്ങൾ പറയുമ്പോൾ എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. അവരെനിക്ക് വെള്ളം തന്നു. അവിടെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആംബുലൻസ് അവർ കൊണ്ടുവന്നിട്ട് അവര് തന്നെയാണ് ആംബുലൻസിൽ കയറ്റി മറ്റൊരു വണ്ടി കൂടി വിളിച്ചു. ടാക്സി പോലും കിട്ടാൻ അന്ന് വളരെ പ്രയാസം നേരിട്ടു. ആംബുലൻസിൽ കയറ്റി അവരെല്ലാം കൂടി എൻ്റെ വൈഫിനെ പെട്ടെന്ന് മേഴ്സി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അടുത്ത മറ്റൊരു വണ്ടിയിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവർ ചെല്ലും കൂടി കയറി വൈക്കത്ത് നിന്നും 10 കിലോമീറ്റർ ദൂരമുള്ള മേഴ്സി ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ എത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഹോസ്പിറ്റലിലേക്ക് നടന്നു കയറി ഓപ്പറേഷൻ തിയേറ്റർ ലക്ഷ്യമാക്കി ചെല്ലുമ്പോൾ അതിന്റെ മുൻപിൽ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നു. ആളുകളെ മാറ്റി ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ എൻ്റെ അമ്മ വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ എൻ്റെ വൈഫിന്റെ അമ്മച്ചി, പാലായിലമ്മ, തറയിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയാണ്. ഞാൻ നടന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ സ്ട്രെച്ചറിൽ ആരെയോ തല ഇങ്ങനെ പുതപ്പ് കൊണ്ട് മൂടി കിടത്തിയിട്ടുണ്ട്. പുതപ്പിന് വെളിയിലേക്ക് നീണ്ടു കിടക്കുന്ന കാലുകൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പ്രിയപ്പെട്ടവൾ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ മുറിക്കകത്ത് നിൽക്കുവാൻ കഴിയാത്ത നിലയിൽ ഞാൻ തകർന്നുപോയി. തലയിൽ അഗ്നിപർവ്വതം പൊട്ടുന്നത് പോലെ ഞാൻ വേദനപ്പെട്ടു. അപ്പച്ചിയുടെ മരണം കഴിഞ്ഞ് 23-ാം ദിവസം എൻ്റെ സഹോദരന്റെ മരണം. അത് കഴിഞ്ഞ് വിളിക്കാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് പൂജകളും കർമ്മങ്ങളും ചെയ്ത് ദോഷങ്ങൾ മാറിയെന്ന് ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങി. 1 മാസം കഴിയുന്നതിന് മുമ്പ് എൻ്റെ ഭാര്യ പ്രസവിച്ച കുഞ്ഞും എൻ്റെ ഭാര്യയും ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ഒന്നിന് പിറകെ ഒന്നായി 4 മരണങ്ങൾ. ഞാൻ ആ മുറിയിൽ നിന്ന് നിലവിളിച്ചു, എന്നെ പോലെ ദോഷമുള്ളവൻ, പാപമുള്ളവൻ ആരുള്ളൂ? പാപപരിഹാരത്തിന് ഈ പൂജകളെല്ലാം ചെയ്തിട്ടും തീരാത്ത പാപമാണോ എൻ്റെ ജീവിതത്തിലെന്ന് ഞാൻ നിലവിളിച്ചു. ഞാൻ ഒത്തിരി ആളുകൾക്ക് പല പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് പോയിട്ടുണ്ട്, കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വഴികളില്ലാതെ ആശുപത്രിയുടെ മുറിയിൽ നിൽക്കുമ്പോൾ വല്ലാതെ ഞാൻ ഭാരപ്പെട്ടു. ജീവിക്കാൻ ആഗ്രഹം നഷ്ടപ്പെട്ട്
ഞാൻ വേഗത്തിൽ ആ മുറിയിൽ നിന്ന് പെട്ടെന്ന് ഓടി ഇറങ്ങി സ്റ്റെയർ കേസുകൾ കയറി ഞാൻ ആശുപത്രിയുടെ മുകളിൽ നിന്ന് ചാടി മരിച്ചേക്കാം എന്ന് ചിന്തിച്ചു സ്റ്റെപ്പുകൾ ഓടിക്കയറുമ്പോൾ ആരൊക്കെ എൻ്റെ പുറകെ ഓടി വന്ന് എന്നെ പിടിച്ച് മുണ്ടുകൊണ്ട് എന്നെ കെട്ടി വണ്ടിക്കകത്തിട്ട് എന്റെ വീട്ടിൽ കൊണ്ടുവന്ന ഒരു മുറിയിൽ എന്നെ അടച്ചിട്ടു. തകർന്ന ഹൃദയവുമായി ആശ്വാസത്തിന് കച്ചിത്തിരുമ്പിന് പോലും വകയില്ലാതെ നിരാശപ്പെട്ടു പോയ രാത്രി. കൂട്ടുകാർ മാറി നിന്നു, വേണ്ടപ്പെട്ടവർ മാറി നിന്നു, വിളിച്ച സകല ദൈവങ്ങളും മാറി നിന്നു. ഞാൻ അനുഭവിച്ച വേദന വാക്കുകൾ കൊണ്ട് പറയാൻ സാധ്യമല്ല. മുറിയിൽ ഇരിക്കുമ്പോൾ എന്റെ കുഞ്ഞ്, എന്റെ ഭാര്യയുടെ ശരീരം അടുക്കി വച്ചിരിക്കുന്ന വിറകിന്റെ മുകളിൽ വെച്ച് കത്തിക്കുമ്പോൾ ജനലിലൂടെ കണ്ട് തകർന്നു പോയൊരു ഹൃദയം എന്റെ അകത്തിരിപ്പുണ്ട്. ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ട് ഞാൻ ആ മുറിയിലിരിക്കുമ്പോൾ അന്ന് രാത്രി എൻ്റെ അമ്മാവൻ 5 വയസ്സുള്ള എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് എൻ്റെ മടിയിൽ വെച്ചു. ഈ മോളെ നീ നോക്ക്, അവളെ ഓർത്തും നീ ദോഷമൊന്നും ചെയ്യല്ലേടാ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് എൻ്റെ അമ്മാവൻ പറഞ്ഞു. വാതിലടച്ച് അമ്മാവൻ പുറത്തേക്ക് പോയി. കുഞ്ഞിന്റെ മുഖത്ത് നോക്കുമ്പോൾ കുഞ്ഞിനെ വിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത പോലെ, ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ 1 മിനിറ്റ് പോലും ഈ ലോകത്ത് ജീവിക്കാൻ കഴിയാത്ത അനുഭവം പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. ജീവിക്കാനും മരിക്കാനും കഴിയാത്ത അനുഭവത്തിൽ എൻ്റെ ഹൃദയം തകർന്നു. രാത്രി വളരെ വൈകിയപ്പോൾ എനിക്ക് തോന്നി ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. മാന്യമായി ജീവിച്ച വൈക്കത്ത് ഒരു ഭ്രാന്തനായി അലയുന്നതിന് മുമ്പ് മരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. എൻ്റെ കുഞ്ഞിനെ ഞാൻ സാവകാശം എടുത്ത് ഉറക്കി കട്ടിലിൽ കിടത്തി. കട്ടിൽ നിന്ന് എഴുന്നേറ്റ് മേശയ്ക്കകത്തിരിക്കുന്ന ബ്ലേഡ് എടുത്ത് ഞരമ്പ് മുറിച്ച് മരിക്കാമെന്ന് തീരുമാനിച്ചു. വേദനയില്ലാതെ മരിക്കാൻ ആ തീരുമാനമെടുത്ത് കട്ടിൽ നിന്ന് ഇറങ്ങി മേശയുടെ അടുക്കിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ഭാര്യ വായിച്ചിരുന്ന ബൈബിൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പം ഒന്ന് പുറകോട്ട് ഇറങ്ങി പറഞ്ഞാൽ പാലായിലാണ് എൻ്റെ ഭാര്യയുടെ വീട്. അവർക്ക് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഒരു യേശുവിനെയൊക്കെ അറിഞ്ഞു കാണും. എന്നോട് അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ബൈബിൾ ചില കാലങ്ങളായിട്ട് അവൾ വായിക്കുമായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ പ്രതിസന്ധിയുടെ നടുവിൽ പാലായിലെ അമ്മച്ചിയുടെ കൂടെ ഒരു സഹോദരി വന്നപ്പോഴാണ് അവർക്ക് ആ ബൈബിൾ കൊടുത്തത്. അങ്ങനെ മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ 2 മരണം കഴിഞ്ഞ് കർമ്മവും പൂജയും ചെയ്യാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം ഒരു ദിവസം രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ ഭാര്യ എഴുന്നേറ്റിട്ട് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു,
കർത്താവ് എന്നോട് ഇടപെട്ടു, സംസാരിച്ചു. വിഗ്രഹങ്ങൾ വിട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞാൽ കർത്താവ് നമ്മെ രക്ഷിക്കും. ഞാൻ പറഞ്ഞു, മരണമൊക്കെ നടന്നുകൊണ്ട് നിനക്കെന്തോ തോന്നലുണ്ടായതാ, നീ കിടന്നുറങ്ങാൻ നോക്ക്. ആ ദിവസം അങ്ങനെ പോയി. അടുത്ത ദിവസം അതുപോലെ തന്നെ അവര് ഞെട്ടി എഴുന്നേറ്റ് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, വാസ്തവമായി കർത്താവ് എന്നോട് ഇടപെട്ടു, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, തോന്നലാണ്, ഇതുവരെ ദൈവം ആരോട് സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഞാൻ എത്രയോ അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. അന്നും രാത്രി കഴിഞ്ഞു. മൂന്നാമത്തെ രാത്രിയിലും എൻ്റെ ഭാര്യ ദൈവശബ്ദം കേട്ടു. പറഞ്ഞെങ്കിലും അത് അംഗീകരിക്കാനോ ബോധ്യപ്പെടാനോ കഴിയാതെ അവളെ ശാന്തമാക്കി കിടത്താൻ ഞാൻ പരിശ്രമിച്ചു. എനിക്ക് ദൈവങ്ങളുമായിട്ട് ബന്ധമുണ്ടല്ലോ, ഞാൻ ആ നിലയിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ധൈര്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. എന്നാൽ സംഭവങ്ങൾ മാറി മറിഞ്ഞ് എൻ്റെ ഭാര്യയും കുഞ്ഞും നഷ്ടപ്പെട്ട് ആത്മഹത്യക്കൊരുങ്ങിയ രാത്രിയിൽ ബൈബിൾ കണ്ട നിമിഷത്തിൽ മേശിനടുക്കിലേക്ക് പോലും എത്താൻ കഴിയാതെ ഞാൻ കുഴഞ്ഞു വീണു. അന്ന് രാത്രിയിൽ എൻ്റെ അകത്ത് ഇവിടെ ചിന്ത ഇങ്ങനെ പൊങ്ങി വന്നു. എൻ്റെ ഭാര്യ പറഞ്ഞു, ശരിയാണെങ്കിൽ, യേശു ദൈവമാണെങ്കിൽ, യേശുവിനെ സംസാരിക്കാൻ കഴിയുമെങ്കിൽ, വിടിവിക്കുവാൻ കഴിയുമെങ്കിൽ എന്ന് ചിന്തിക്കുന്ന നിമിഷത്തിൽ അന്ന് രാത്രി എൻ്റെ കാതിൽ ഒരു ശബ്ദം മുഴങ്ങി, മകനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ വിടിവിക്കുവാൻ ശക്തനായ ദൈവം. ഇന്ന് രാത്രി സ്നേഹത്തോടെ പറയട്ടെ, വിളിച്ച സകല ദൈവങ്ങളും കൈവിട്ടു. മരണഭയത്തിൽ ഏറ്റവും തകർച്ചയിൽ കച്ചിത്തുരുമ്പിന് വകയില്ലാതെ നിരാശയുടെ അടിത്തട്ടിൽ വീണുപോയ രാത്രി ഞാൻ അന്വേഷിക്കാത്ത ദൈവം, ഞാൻ വിളിച്ചപേക്ഷിക്കാത്ത ദൈവം എൻ്റെ അടുക്കൽ ഇറങ്ങി വന്നു. എന്നെ വിളിച്ചത്, മകനെ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാൻ മതിയായി. ആ രാത്രി ഞാൻ തളർന്ന് ഉറങ്ങിപ്പോയി. രാവിലെ മുറി തുറന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഭാരപ്പെട്ട് തകർച്ചയിലായിരുന്ന എൻ്റെ ഹൃദയത്തിൽ കരിങ്കല്ല് പോലെ ഇരുന്ന ഭാരങ്ങൾ എടുത്തു മാറ്റപ്പെട്ടു. പഞ്ഞിക്കെട്ട് പോലെ എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയ അനുഭവത്തിൽ ഞാൻ എഴുന്നേറ്റ് വരുവാനിടയായി. ഞാൻ ആരോടും രാത്രി നടന്ന കാര്യം പറഞ്ഞില്ല. പാലായിൽ വന്ന സഹോദരിയും ചില പ്രിയപ്പെട്ടവരും എന്നെ പല്ല് തേക്കാനും ചായ കുടിക്കാനും ഒക്കെ നിർബന്ധിച്ചു. ഞാൻ പല്ല് തേച്ചു, ചായ എല്ലാം കുടിച്ചു. ഉച്ച കഴിഞ്ഞ സമയത്ത് പാലായി അമ്മച്ചിയും സഹോദരിയും കൂടി പാലായിക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവരെന്നോട് ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ കൂടെ ഒന്ന് വരാം. ആർക്കും കീഴ്പ്പെടാത്ത ഒരു സ്വഭാവമുള്ള ഞാന് അവര് പറഞ്ഞത് കേട്ട് അവരുടെ കൂടെ ഞാൻ പോകുവാനിടയായി. എൻ്റെ ഹൃദയത്തിൽ കർത്താവിന്റെ ശബ്ദം കേട്ടതിൻ്റെ ചില അലേടികൾ എൻ്റെ ഹൃദയത്തിലുണ്ട്. ആരും കാണാതെ ഞാൻ ബൈബിൾ തുറന്നു വായിച്ചപ്പോൾ എനിക്ക് ദൈവശബ്ദം വാസ്തവമായും തിരിച്ചറിയാൻ കഴിയും.
ഈ അനുഭവം ഉണ്ടായതുകൊണ്ട് ഇവരെന്നെ വിളിച്ചപ്പോൾ മടി കൂടാതെ ഞാൻ അവരുടെ കൂടെ കടന്നുപോയി. അവരന്നെന്നെ വിളിച്ച് പാലായിൽ കൊണ്ടുപോയി. ഏകദേശം 7 മണിയൊക്കെ ആയ സമയം, സദ്യയോടെടുക്കുന്ന സമയം, 600-ലധികം ആളുകൾ കൂടി നിന്ന് എന്തൊക്കെയോ പറയുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ അവരെന്നെയും കൊണ്ട് നിർത്തി. ഇന്നെനിക്കറിയാം അതൊരു ബൈബിൾ കൺവെൻഷൻ ആയിരുന്നു. അത്തരം യോഗങ്ങളെ ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല, എനിക്കത് പരിചയമില്ല. കാരണം അതിന്റെ നടുവിൽ ചെന്ന് നിൽക്കുമ്പോൾ കയരങ്ങളൊക്കെ ഉയർത്തി അവരെന്തൊക്കെയോ പറയുന്നു, ഒന്നും എനിക്ക് മനസ്സിലായി. ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ ഒരു പ്രത്യേക അനുഭവം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എന്റെ കണ്ണു നിറഞ്ഞ് ഞാൻ കരയാൻ തുടങ്ങി. ആ സമയത്ത് തലേ രാത്രി കേട്ടതുപോലെ കർത്താവിന്റെ ശബ്ദം എന്റെ കാതിൽ മുഴങ്ങാൻ തുടങ്ങി. എന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങളെല്ലാം എന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. ആദ്യമായ ജനത്തിന്റെ നടുവിൽ, ആളുകളുടെ നടുവിൽ ഞാൻ മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞു. ആരൊക്കെയോ മുമ്പോട്ട് വന്ന് എന്നെ പിടിച്ച് എനിക്ക് വേണ്ടിയവർ പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിൽ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കാൻ, യേശുവിനെ കർത്താവായി അംഗീകരിക്കാൻ, സ്വീകരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യ നിമിഷമായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ ഞാൻ അനുഭവിച്ചു വരുന്ന ഹൃദയ സന്തോഷം, സമാധാനം ലോകത്തിൽ നിന്ന് ലഭിച്ചതല്ല. യേശു പറഞ്ഞ വാക്കുകൾ പിന്നീട് ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും, ലോകം തരുന്നത് പോലല്ല. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, എന്റെ അടുക്ക വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അരുളി ചെയ്ത അരുമനാഥന്റെ ആശ്വാസം എന്റെ ഹൃദയത്തിൽ പകർന്നു. മരണഭയം മാറി. ദൈവം ആഗ്രഹിക്കുന്ന സമയം വരെ ജീവിക്കുവാൻ എൻ്റെ അകത്തൊരു ആഗ്രഹം വീണത് യേശുവിനെ അകത്ത് സ്വീകരിച്ച ശേഷമാണ്. അതിനുശേഷം ഞാൻ ബൈബിൾ ആർത്തിയോടെ വായിക്കാൻ തുടങ്ങി. ഞായറാഴ്ചകളിൽ എൻ്റെ കുഞ്ഞുമായി പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. സത്യം എനിക്ക് മനസ്സിലായി. ആ സമയത്ത് ഞാന് ഭജന സംഘത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. ആ സ്ഥാനം രാജിവെച്ചു. SNDP-യിലെ ചില കമ്മിറ്റികൾ, അതുപോലെ മറ്റു ചില കമ്മിറ്റികളുടെ സ്ഥാനങ്ങളെല്ലാം രാജിവെച്ചു, ഒഴിവായി. ഞാൻ ആളുകൾ ഓർത്തത് മനപ്രയാസം കൊണ്ടും വിഷമം കൊണ്ടൊക്കെയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതെന്നാണ് അവർ ചിന്തിച്ചത്. എന്നാൽ കർത്താവിനെ അറിഞ്ഞപ്പോൾ ഇതിലൊക്കെ വലുത് കർത്താവാണ് എന്ന സത്യം തിരിച്ചറിഞ്ഞു ഞാൻ കർത്താവിനായി എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി. പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ തുടങ്ങി. ബൈബിൾ വായിക്കുവാൻ താല്പര്യപ്പെട്ടു. തിരുവചനം മനസ്സിലാക്കിയപ്പോൾ സ്നാനമേറ്റ് യേശുവിനോട് ചേരണം, യേശുവിന്റെ മരണത്തിൽ പങ്കാളിയാകണമെന്ന് മനസ്സിലായപ്പോൾ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. ആ ഡിസംബർ മാസം 31-ാം തീയതി ഒരു പ്രാർത്ഥനയുടെ നടുവിൽ
കർത്താവിന്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനാൽ ദൈവം എന്നെ നിറച്ചു. എന്റെ സന്തോഷം വളരെ വലുതാണ്. എൻ്റെ അച്ഛന്റെ പേര് ചോദിച്ചാൽ കരുണാകരൻ എന്നേ പറയാൻ പറ്റും, വേറെ ഒരു പേര് പറയാൻ പറ്റത്തില്ല. ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അതുപോലെ ആരാണ് അച്ഛൻ, അപ്പൻ ആരാന്ന് ചോദിച്ച ഒരു പേരേ ഉള്ളൂ. അതുപോലെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവ്, ഈ കാണുന്ന ആകാശവും ഭൂമിയും സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളും സൃഷ്ടിച്ചവൻ, ജീവജാലങ്ങൾക്കെല്ലാം ജീവൻ നൽകിയവൻ, മനുഷ്യനെ തിരിച്ചു വിളിക്കാനും ന്യായം വിധിക്കുവാനും പ്രാപ്തിയുള്ളവൻ, അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ സത്യം അറിയാനുള്ള ഭാഗ്യം എൻ്റെ കഴിവല്ലല്ലോ, ദൈവം എൻ്റെ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിച്ച യേശുവിനെ അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നു. അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എനിക്ക് നൽകി. യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഈ സൃഷ്ടിതാവായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനുള്ള മഹാഭാഗ്യം എനിക്ക് നൽകി. ആ കർത്താവ് എന്നെ ആദ്യം വിളിച്ചത് അത് തന്നെയാണ്, മകനെ ഭയപ്പെടണ്ട. എൻ്റെ ജീവിതത്തിൽ ആ ശബ്ദം ഇന്നും മുഴങ്ങി നിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയാലും ഭയപ്പെടാതെ നിൽക്കാനുള്ള കരുത്ത് എൻ്റെ അകത്ത് നൽകുന്നത് കർത്താവിൻ്റെ ശബ്ദമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ലോകം മാറിപ്പോകും, ലോകത്തിലുള്ളതെല്ലാം മാറിപ്പോകും, മാറാത്തത് ദൈവം മാത്രമാണ്. ആ ദൈവമായൊരു ബന്ധം, അതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് കർത്താവ്. കർത്താവിന് ലഭിച്ചതാണ് എൻ്റെ ഭാഗ്യം. ക്രിസ്തുവിലായതിനു ശേഷമുള്ള ബന്ധങ്ങൾ വളരെ വലുതാണ്. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ നാമനിമിത്തം എന്തെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും അതിൻ്റെ ഇരട്ടി 100 മടങ്ങ് ഞാൻ തരുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഞാനത് അനുഭവിക്കുന്നു. എനിക്ക് നഷ്ടപ്പെട്ടതിനേക്കാൾ വിലപ്പെട്ട ബന്ധങ്ങൾ, സ്നേഹങ്ങൾ ദൈവം എനിക്ക് നൽകി. ഇന്നുള്ള എൻ്റെ സ്നേഹിതന്മാർ സാധാരണ സ്നേഹിതരല്ല, ഞാൻ ഇങ്ങനെ പറയുന്നു, നിത്യസ്നേഹിതരാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ അവസാനിക്കാത്ത സ്നേഹിതരെ എനിക്ക് ലഭ്യമാക്കുവാനിടയായിട്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിതത്തിൽ പ്രതിസന്ധിയിലാണോ, നിരാശയിലാണോ, തകർച്ചയിലാണോ? ഏതെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടും നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുവാൻ കഴിയുന്നില്ലേ? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണോ? മരണത്തിനപ്പുറത്തേക്ക് നോക്കാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലേ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, യേശുവിനെ കർത്താവായി വിളിച്ചപേക്ഷിക്കും, രക്ഷ പ്രാപിക്കാൻ പറ്റും. വചനം പറയും, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്ക് നൽകിയ ഏകനാമം യേശുക്രിസ്തു മാത്രമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്തവനായി ലോകത്തിൽ വന്ന് മനുഷ്യരുടെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഏക വ്യക്തിത്വം യേശുക്രിസ്തുവാണ്. പത്രോസിന്റെ ലേഖനത്തിൽ ബൈബിളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്, യേശു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് മാനവരാശിയുടെ മുഴുവൻ പാപവും തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് യേശു ക്രൂശിന്മേൽ കയറിയത്.
അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, 39 അടികൾ റോമൻ പടയാളികൾ അടിച്ച് പുറമുഴവുചാലുപോലെ കീറി, അടിച്ച് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ അവന്റെ മുഖം വിരൂപമാക്കി, വലിയ ക്രൂശുമരത്തിൽ വലിച്ചു കിടത്തി, കൈകൾ രണ്ടും കാരിരുമ്പാണികൾ തറച്ചു കയറ്റി, 2 കാലുകളും ചേർത്ത് വെച്ച് കാരിരുമ്പാണികൾ അടിച്ചു. പാറയിൽ വെട്ടിയുണ്ടാക്കിയ കുഴിയിലേക്ക് ക്രൂശുമരം എടുത്തുയർത്തിയിടുമ്പോൾ അസ്ഥികൾ വേർപെടുന്നത് പോലെ വേദനയിൽ പിടഞ്ഞു. ഈ 3 ആണിയിൽ തൂങ്ങിക്കിടന്നുണ്ട്. ശ്വാസം വിടാൻ കഴിയുമോ? മുള്ളുകൊണ്ട് മെടഞ്ഞ മുൾമുടി തലയിൽ വെച്ച് അടിച്ച് രക്തം വാർന്നൊഴുകുകയാണ്. നമ്മുടെ കണ്ണിൽ കണ്ണുനീര് വിയർപ്പ് തുള്ളി വീണ കണ്ണിന് കാഴ്ച കുറയും. രക്തം തലവഴി ഒഴുകി, കണ്ണിനകത്തൂടെ ഒഴുകി, മുമ്പിരിക്കുന്നത് പോലും കാണാൻ കഴിയാത്ത നിലയിൽ ക്രൂശിക്കിടക്കുക. അപ്പോഴും തന്നെ ഉപദ്രവിച്ചു, വേദനിപ്പിച്ചു. ദാഹജലം ചോദിച്ചിട്ട് കുടിക്കാൻ തനിക്ക് ലഭിച്ചില്ല. കണ്ടിമണ്ണ വിളക്കിയ വീഞ്ഞു കൊടുക്കുമ്പോൾ കുടിക്കാൻ പ്രയാസപ്പെട്ട് സ്വന്തം തോളിലേക്ക് ചലച്ചു. യേശു അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണം. ഇതുപോലെ ക്ഷമിച്ച ഒരാളെ വേറെ പറയാനുണ്ടോ? ഞാൻ ചിന്തിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായികയാ, ഇവരോട് ക്ഷമിക്കണമേ. അറിയത്തില്ലേ അടിച്ചാ മുറിവുണ്ടാകും, രക്തമൊഴുകിയാൽ മരിക്കുമെന്ന് അറിയത്തില്ലേ? യേശു പിതാവിനോട് പറഞ്ഞത് അതൊന്നുമല്ല. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാ എന്ന് പറഞ്ഞാൽ, ഇവരടിച്ച് മുറിവേൽപ്പിച്ച് എന്റെ പുറമൊഴുകുപോലെ കീറി ഞാൻ മരണം വരിക്കേണ്ടി വരുമ്പോൾ ഇവർക്കറിയത്തില്ല എന്റെ അടിപ്പിണരാൽ ലക്ഷങ്ങൾക്ക് 10,000-ങ്ങൾക്ക് സൗഖ്യം വരാനിരിക്കുകയാണ്. ഞാൻ മരിച്ചു ഉയർത്തുന്നതിലൂടെ ലക്ഷങ്ങൾ ഉയർത്താൻ പോകുകയാണ്. എന്റെ മരണത്തിലൂടെ സംഭവിക്കുന്ന വിടുതൽ ഇവർക്കറിയത്തില്ലാത്തത് കൊണ്ട് പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. കർത്താവിന്റെ പ്രാർത്ഥനയായി. ഇതുപോലെ സ്നേഹിച്ച മഹാസ്നേഹം ലോകത്തിൽ വേറെ എവിടെയുണ്ട്? ബലമുടക്കൊണ്ട് കർത്താവിന്. നമ്മുടെ ഉടമസ്ഥനാണ് കർത്താവ്. ആ കർത്താവിനെ കർത്താവേ എന്ന് വിളിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ നാട്ടിലെ അറിയപ്പെടുന്ന എനിക്ക് പരിചയമുള്ള പല ക്രിസ്ത്യാനികളുണ്ട്. ഞാന് വിഷമത്തോടെ പറയട്ടെ, അവരൊക്കെ ഇന്നും പ്രാർത്ഥിക്കുന്നത് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന്. എന്നാൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കാത്ത, ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ച എന്നെ കർത്താവ് രക്ഷിച്ചപ്പോൾ എന്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി. ഞാനിന്ന് പാപിയല്ല, ഞാനൊരു ദൈവ പൈതല. വചനം ഇങ്ങനല്ലേ പറയുന്നേ? യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. എന്നോട് കാണിച്ച കൃപ. ഇന്ന് രാത്രിയിൽ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തിലാണോ? രക്ഷ ഉറപ്പാക്കിയിട്ടില്ലേ? ഇന്ന് രാത്രിയിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഒന്ന് ഹൃദയപൂർവ്വം സമർപ്പിച്ച യേശുവേ എന്നൊന്ന് വിളിച്ച്, പ്രാണപ്രിയനായ കർത്താവിനെ ഒന്ന് വിളിച്ച് ആ രക്ഷ സ്വന്തമാക്കുവാൻ. രോഗത്തിലാണോ? അടിപ്പിണരാണോ? സൗഖ്യം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി യേശുവിലേക്ക് ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ ഞാൻ സ്നേഹത്തോടെ ആഹ്വാനം ചെയ്യുകയാണ്. സമയപരിധിയിൽ നിന്നുകൊണ്ട്
എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തട്ടെ. യേശുവിലായതിൻ്റെ മഹാസന്തോഷം ഞാൻ അനുഭവിക്കുന്നു. തുടർന്ന് ദൈവത്തിന്റെ വേലയെക്കുറിച്ചുള്ള വിളി എനിക്കുണ്ടായി. ഞാൻ അതിനായി സമർപ്പിക്കപ്പെട്ടു. അതിനു മുമ്പ് തന്നെ ഞാൻ ബാംഗ്ലൂരും ഡൽഹിയിലും ചില പ്രിയപ്പെട്ടവർ നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോയി കർത്താവിന്റെ സന്നിധിയിലൊക്കെ പ്രാർത്ഥനയ്ക്ക് അവസരം എനിക്ക് ലഭിച്ചു. അവിടെയൊക്കെ യേശുവിനെ ഒന്നുകൂടി ഉയർത്തുവാനും അനുഭവിക്കുവാനും ഒക്കെ ദൈവം എനിക്ക് കൃപ നൽകി. എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത സംഭവങ്ങൾ, കർത്താവിനെ അറിയുന്നതിന് മുമ്പ് പ്രതികൂലങ്ങളിലൂടെ കടന്നു വന്നെങ്കിലും യേശുവിലായപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആനന്ദം നൽകി, സന്തോഷം നൽകി, സമാധാനം നൽകി. ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, കൈവിടാത്തവനാണ് കർത്താവ്. 4 വർഷം കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുവാനിടയായി. ആദ്യത്തെ 3 വർഷം ഇന്ത്യ ബൈബിൾ കോളേജിൽ പഠിച്ചു. 96, 97, 98 കാലഘട്ടത്തിൽ. 98-ൽ ആ ബൈബിൾ കോളേജിൽ പഠനം പൂർത്തീകരിച്ചപ്പോൾ ആ ബൈബിൾ കോളേജിലെ അധ്യാപകൻ ഇലന്തൂർ സഭയിലെ പാസ്റ്ററായിരുന്നു. അദ്ദേഹം ആ സഭയിലുള്ള മർത്തോമിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന ഗ്രേസിയെ എനിക്ക് വേണ്ടി ആലോചിച്ചു. ദൈവകൃപയാൽ പ്രാർത്ഥിച്ച് ഗ്രേസിയെ ഞാൻ വിവാഹം കഴിച്ചു. കർത്താവിന്റെ വേലയ്ക്ക് അത് ആവശ്യമായിരുന്നത് കൊണ്ട് വിവാഹം കഴിച്ചു. ഒരു മോളെ കൂടി ദൈവം എനിക്ക് തന്നു. ആ മോൾക്ക് യൂബിന്റെ മോൾക്കിട്ട പേര് കെസിയ. ആ പേരെന്റെ മോൾ. മൂത്ത മോൾ രശ്മി ബാബു, ഇളയ മോൾ കെസിയ ബാബു. മൂത്ത മോള് വിവാഹം കഴിച്ചത് പന്തള സ്വദേശിയായ ഹൈദരാബാദിൽ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോർജ് ജോൺ എന്ന പേരുള്ള ബിജു എന്ന് ഞങ്ങൾ വിളിക്കും. വിവാഹം കഴിച്ചു. അവർ കർത്താവിന്റെ വേലയിലാണ്. 6 വർഷക്കാലം ഒരു ബീഹാറിൽ കർത്താവിന്റെ വേല ചെയ്തു. കഴിഞ്ഞ 2 വർഷം അവര് ആലുവയിൽ വന്ന് കർത്താവിന്റെ വേലയിലായിരുന്നു. ഞാൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരെ വൈക്കത്തേക്ക് വിളിപ്പിച്ചു. ഇപ്പൊ വൈക്കത്ത് താമസിച്ചു കൊണ്ടവർ കർത്താവിന്റെ വേല ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങൾ അവർക്കുണ്ട്. ഇളയ മോൾ കെസിയ BSc ഒപ്റ്റോമെട്രി പഠിച്ച് പൂർത്തീകരിച്ചു. 4 വർഷത്തെ പഠനം കോളറാണ് പൂർത്തീകരിച്ചത്. അത്ഭുതങ്ങളുടെ കഥ ഒത്തിരി പറയാനുണ്ട്. ബിസിനസ്സൊക്കെ വിട്ട് കടഭാരമേറി നിരാശപ്പെട്ടു പോകാവുന്ന തലത്തിൽ ആയിരുന്നെങ്കിലും കർത്താവിനെ അറിഞ്ഞ് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയ കാലം മുതൽ എൻ്റെ കരം പിടിച്ച് നടത്തിയത് ദൈവമാണ്. സ്വന്തക്കാരുടെയോ ബന്ധുക്കാരുടെയോ ചാർച്ചക്കാരുടെയോ ആരുടെയും മുമ്പിൽ സഹായഹസ്തം നീട്ടാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എനിക്കുണ്ടായിരുന്ന സ്ഥലവും വീടും വിറ്റ് ഞാൻ കടബാധ്യതകൾ തീർത്ത് 2004-ൽ വൈക്കത്തൊരു വാടക വീടെടുത്ത് ഇവിടെ ഒരു കൺവെൻഷനൊക്കെ നടത്തി വേല ആരംഭിച്ചു. 95,000 രൂപ വിറ്റതിന്റെ ബാക്കി എൻ്റെ മൂത്ത മോളുടെ പേരിൽ ബാങ്കിലിട്ടു. വേറെ 1 രൂപ എൻ്റെ കയ്യിലില്ല. വേലയ്ക്ക് വിളിച്ചപ്പോൾ മുട്ടുമടക്കി ഞാൻ എൻ്റെ പേഴ്സ് എടുത്ത് കർത്താവിന്റെ സന്നിധി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, അവിടുന്ന് പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഈ പേഴ്സിനകത്ത് വേണ്ടത് നീ തരണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് വരെ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ഓരോ കാര്യത്തിനും ദൈവം വിശ്വസ്തനാണ്. എൻ്റെ പേഴ്സ് കാലിയാകാൻ ദൈവം അനുവദിച്ചിട്ടില്ല. ഞാൻ സ്നേഹത്തോടെ പറയും, ഒരു വചനം എനിക്ക് ഉറപ്പായിട്ട് ലഭിച്ചു.
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കാറും ലോറിയും വീടും ഒന്നും അല്ല സമ്പത്ത്. എന്റെ സമ്പത്ത് യേശുവാണ്. യേശു ഉള്ളവനെല്ലാം ഉണ്ട്. സ്തോത്രം. എന്റെ മോളുടെ വിവാഹം ദൈവം നടത്തി. ഒരു വേലയോടുള്ള ബന്ധത്തിൽ വീട് എടുത്ത് താമസിക്കുമ്പോൾ വേണ്ടതെല്ലാം അവർക്ക് വാങ്ങിക്കൊടുക്കാൻ ദൈവം എനിക്ക് കരുണ കാണിച്ചു. ഒക്ടോബർ പഠിക്കാൻ എന്റെ മോളെ കൊണ്ട് ചേർക്കുമ്പോൾ വരുമാന മാർഗങ്ങളൊന്നുമില്ലല്ലോ. ബൈബിൾ കോളേജിൽ പഠിക്കുക, വേല ചെയ്യുക. സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി നടത്തും. ഒരു ചെറിയ കാര്യം മാത്രം പറഞ്ഞാൽ, എന്റെ മോളൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, പപ്പായെ അടുത്ത 5-ാം തീയതി ഫീസ് കൊടുക്കണം. ഇത് പറയുന്നത് 31-ാം തീയതിയാണ്. ഞാൻ പറഞ്ഞു, അതിനെന്നെ കൊടുക്കും, പൈസ ഉണ്ടോ? കർത്താവല്ലേ ഉള്ളേ, കൊടുത്തിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. 3-ാം തീയതി വരെ എൻ്റെ കയ്യിൽ പൈസയൊന്നും ലഭിച്ചില്ല. 4-ാം തീയതി മണർകാടുള്ള ഒരു പ്രിയപ്പെട്ടവന്റെ വീട്ടിൽ എന്നെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചു. അതിനു മുമ്പ് ആ വീട്ടിൽ ഞാൻ പോയി പ്രാർത്ഥിച്ച ഒരു അത്ഭുതം കർത്താവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ച് ഒരു കാപ്പിയൊക്കെ തന്നു. കുടിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ഒരു കവർ എനിക്ക് തന്നു. ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കെസിയായ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള 90,000 രൂപ കവറിനകത്ത്. ഞാൻ ഒന്നുകൂടി എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ആവശ്യം ഞാൻ അറിയുന്നതിന് മുമ്പ് അറിഞ്ഞ് കരുതുന്നവനാണ് ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ കർത്താവ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നു. പത്രോസിന്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളു. എത്ര വിശ്വസ്തനാണ് കർത്താവ്. ഓരോ ജീവിത സാഹചര്യങ്ങളും 6 വീടുകളിൽ മാറി മാറി ഞാൻ വാടകയ്ക്ക് താമസിച്ചു. എൻ്റെ ചില പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വലിയ കാര്യമൊക്കെ പറയുന്നല്ലോ, വാടക വീട്ടിലല്ലേ? ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തം വീട്ടിനേക്കാൾ മനോഹര വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് ടെൻഷനൊന്നുമില്ല, ആകുലതയില്ല, സന്തോഷത്തോടെ ഞാൻ മുന്നോട്ട് പോകും. നമുക്കറിയാമോ, വൈക്കത്തുള്ളൊരു പ്രിയപ്പെട്ടവൻ ഒരു ദിവസം എന്നെ വിളിക്കൊണ്ട് ചോദിച്ചു, പാസ്റ്ററെ ഒരല്പം സ്ഥലം തന്നാ സ്വീകരിക്കുമോ? ഞാൻ ചോദിച്ചു, മനസ്സിലായില്ല. ഒരല്പം സ്ഥലം ഞാൻ തന്നാൽ സ്വീകരിക്കുമോ? ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞ് പറയാം. ഔദാര്യം കിട്ടിയതായി എല്ലാം മേടിക്കാനായിട്ട് തയ്യാറല്ല. കാരണം ദൈവം എന്നോട് ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം സാധ്യമാണ്. പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, വാങ്ങിക്കാം. പ്രമാണ ചെലവ് മാത്രം ഉണ്ടാക്കി 3.60 സെന്റ് സ്ഥലം എനിക്ക് ആ മനുഷ്യൻ തന്നു. പ്രാർത്ഥനയാൽ അവിടെ ഒരു ചെറിയ വീട് പണിത് എൻ്റെ മൂത്ത മോള് കുടുംബവും ഇപ്പോൾ അവിടെ താമസിക്കുകയാണ്. കർത്താവിന്റെ കൃപയാൽ സ്നേഹത്തോടെ പറയട്ടെ, 2004 വൈക്കത്ത് വേല തുടങ്ങി 21 വർഷം പിന്നിട്ടു വാടക കെട്ടിടത്തിലാണ് ആധാരം. ഒരു ക്രമീകരണം ഇതുവരെ ആയിട്ടില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, കൂടിവരവിന് ഒരു ക്രമീകരണം ഉണ്ടാകാൻ, പ്രായമുള്ളവർക്ക് കയറി വരാൻ പറ്റാത്ത നിലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ ദൈവമേ, അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, ഒന്ന് കാണണേ എന്ന് കൈമുലർത്തി പ്രാർത്ഥിച്ചു. സഭയിലുള്ളവർ സാധുക്കളാണ്. ദൈവാത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ ഉപസിച്ച് പ്രാർത്ഥിച്ച ശേഷം ഞാൻ സഭയിൽ പറഞ്ഞു, നമുക്ക് ഇച്ചിരി സ്ഥലം മേടിക്കണം. നമ്മൾ വിചാരിച്ചാൽ എന്തുണ്ടാകും? ഞാൻ പെട്ടെന്ന് ഒരു കണക്ക് അവരോട് ചോദിച്ചു. അവര് പെട്ടെന്ന് 10,000 ഏറ്റവരുണ്ട്, സ്ഥലം മേടിക്കാനാണ്. ഒരു സ്ഥലം ചെന്ന് കണ്ടപ്പോൾ 27 ലക്ഷം വേണം.
10,000 വെച്ച് തന്നാൽ സ്ഥലം മേടിക്കാൻ പറ്റുമോ? 1,00,000 ഏറ്റവരുണ്ട്. എല്ലാം കൂടി കണക്ക് കൂട്ടിയപ്പോ സഭക്കാർ വിചാരിച്ച ഒരു 6 ലക്ഷം രൂപ ഒരു വർഷത്തിനകം തരാന്ന് അവരേറ്റു. പക്ഷെ പെട്ടെന്ന് സ്ഥലത്തിന്റെ ക്രമീകരണങ്ങളായി. മുട്ടുമടക്കി ആ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ആരോടും വൈപ്പിക്ക് പോയില്ല. എനിക്ക് പരിചയമുള്ള പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസം 2-ാം തീയതി 18 സെന്റ് സ്ഥലം പ്രമാണം ചെയ്യുക. സ്വർഗത്തിലെ ദൈവം കരുണ കാണിച്ചു. 2 അപ്പവും 5 മീനും ബാലകന്റെ കയ്യിലിരുന്നത് വാഴ്ത്തി നുറുക്കിയ കർത്താവ് വൈക്കം സഭയിൽ നിന്നെടുത്ത ചെറിയ പണത്തിന്റെ മേൽ ആവശ്യമായത് തന്ന് ദൈവം ഞങ്ങൾക്ക് സ്ഥലത്ത്. ഇനി അവിടെ ഒരു ഹോളും പാഴ്സലും വേണം. ഒറ്റ വഴിയേ ഉള്ളൂ, സ്വർഗം തുറക്കണം. വചനം ഇങ്ങനല്ലേ പറയുന്നത്? എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞ വരങ്ങളും ഒക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ ഒരു വാക്യം എന്നെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യർക്കൊന്നും ലഭിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്നാണ് തരേണ്ടത്. അപ്പനാണ് തരേണ്ടത്. കർത്താവ് പറയുന്നുണ്ട്, മകൻ അപ്പം ചോദിച്ചാൽ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു, ദൈവം ഈ ദിവസങ്ങളിൽ വഴികൾ തുറക്കും. ഞാൻ ഇപ്പോഴും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഹോളും പാഴ്സലും തന്നതിനായി സ്തോത്രമെന്നാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യും. എൻ്റെ 2-ാമത്തെ മോൾ കെസിയ പഠനമെല്ലാം കഴിഞ്ഞു, ജോലിയിൽ പ്രവേശിച്ചു. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 23-ാം തീയതി എൻ്റെ മോളുടെ വിവാഹം മനോഹരമായി നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അത്ഭുതം ചെയ്തു ദൈവം. 2025 ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ദൈവാനുഗ്രഹത്തിന്റെ അനുഭവങ്ങളുടെ സമയമായിരുന്നു. കൈപ്പായ ചില അനുഭവങ്ങൾ നന്മയ്ക്കാക്കി മാറ്റി ദൈവം ഈ ശ്രേഷ്ഠകരമായ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുപോകും. 2025 ജനുവരി 2-ാം തീയതി വീട്ടിൽ ഗൃഹപ്രവേശനം നടത്തി മൂത്ത മോളും കുടുംബവും താമസിക്കാൻ കൃപ ചെയ്തു. 2025 ഏപ്രിൽ മാസം എൻ്റെ ഇളയമോളുടെ വിവാഹം ദൈവം നടത്തി തന്നു. 2025 ഒക്ടോബർ മാസം 2-ാം തീയതി സഭയ്ക്ക് വേണ്ടി സ്ഥലം നൽകി. ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു, 2025 അടുത്ത അത്ഭുതം കൂടി ദൈവം ചെയ്യും. ദൈവം ഒരുക്കിയിട്ടുണ്ട്, അത് വെളിപ്പെടും. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രതികൂലത്തിന്റെ നടുവിലും അത്ഭുതകരമായി നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഈ കർത്താവിലേക്ക് നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമോ? സമർപ്പിക്കാൻ കഴിയുമോ? ആ കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ, പാപമോചനം പ്രാപിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, രോഗസൗഖ്യം പ്രാപിക്കുവാൻ, തലമുറകൾ അനുഗ്രഹം പ്രാപിക്കുവാൻ, ദൈവത്തെങ്കിലേക്ക് ഒന്ന് തിരിയുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കേൾക്കുന്ന ദൈവമക്കൾ ഞങ്ങളെയും കുടുംബത്തെയും തലമുറയും വൈക്കത്തെ പേരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് കൂടി ഓർപ്പിച്ച് എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്തുന്നു. അവസരം അനുഗ്രഹിക്കുന്നു. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ് പാസ്റ്ററെ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യം കേൾപ്പാനും കർത്താവ് സഹായിച്ചു. ദൈവത്തിൻ്റെ ദാസനെ കർത്താവ് വിടുവിച്ച് കൊണ്ടുവന്ന വിധങ്ങളും കർത്താവ് പിന്നെ നടത്തിയ വിധങ്ങളും ഒക്കെ അനേകരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ ദാസനെ പിന്നെയും ആ ദേശത്ത് കർത്താവ് ഉപയോഗിക്കട്ടെ. അനേകായിരങ്ങൾക്ക് കർത്താവിൻ്റെ ദാസനും കുടുംബം ഒരു അനുഗ്രഹമായി തീരട്ടെ. ഓക്കെ, കർത്താവിൻ്റെ ദാസനെ താങ്ക് യു. ദൈവത്തിൻ്റെ ദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.
കർത്താവിന്റെ വചനവുമായി സാക്ഷ്യമായിരിക്കാൻ ഒരവസരം കൂടി തന്നതിനായി നന്ദി. അവസരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഈ മിനിസ്ട്രി ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കും പ്രയോജനമാകട്ടെ. ഇതിന്റെ പിന്നിൽ അധ്വാനിക്കുന്നവരെ ദൈവം കരുതുകയും ബലപ്പെടുത്തുകയും ചെയ്യണം പ്രാർത്ഥിക്കും. ഈ ശബ്ദം കേൾക്കുന്നവർ രക്ഷ പ്രാപിക്കുവാൻ, ദൈവിക വിടുതൽ അനുഭവിക്കുവാൻ, കർത്താവിന്റെ കൃപ അനുഭവിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ക്ലേശം അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്നവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ അയക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർ ഒരാശ്വാസത്തിന് ആഗ്രഹിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ അവരും സൗഖ്യമാണ്. ദൈവത്തിന്റെ കരുതൽ ഓരോരുത്തരും അനുഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അത്ഭുതം കർത്താവ് ചെയ്യും. നമ്മുടെ നാമം മഹത്വം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശുവിൻ നാമത്തിൽ.